കുടുംബവഴക്കും അടിയും പ്രശ്നങ്ങളും ഇവളെ ഇതിനു മുമ്പും ഒരു തവണ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഞങ്ങളൊക്കെ പാതിരാത്രിക്ക് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അന്ന് തന്നെ പോലീസ് കേസും പിന്നെ DSPയും മാനന്തവാടി SP ഒക്കെ ഇടപെട്ടിട്ട് അത് ഒരു അവസാന ഘട്ടത്തിൽ കോംപ്രമൈസ് ആക്കിയിട്ട്. അസ്സലാമു അലൈക്കും. വയനാട് മാനന്തവാടിയിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്സിന എന്ന് പറയുന്ന സഹോദരി അവരുടെ ക്വാർട്ടേഴ്സിലെത്തി ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അഫ്സിന എന്ന് പറയുന്ന സഹോദരിയും അവരുടെ ഭർത്താവ് ജാബിറുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് പ്രാവശ്യം, പല പ്രാവശ്യം പ്രശ്നങ്ങളായ സമയത്ത് വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നു. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടതാണ്. അതിനുശേഷവും ജാബിർ എന്ന് പറയുന്ന മനുഷ്യനും അതുപോലെ തന്നെ അവരുടെ ഉമ്മയടക്കമുള്ള ആൾക്കാരും ഈ സഹോദരിയെ നിരന്തരം വർത്തമാനം കൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും നോവിച്ചു വിടുകയായിരുന്നു പതിവ് എന്ന് തന്നെയാണ് അവരുടെ ആങ്ങളെ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പറയുന്നത്. പ്രധാനപ്പെട്ട ഞാൻ പറയേണ്ടത്, 11 മാസം മുലകുടി മാറാത്ത ഒരു കുഞ്ഞു പൈതലിനെ ഒറ്റക്കാക്കിയിട്ട് ഒരിക്കലും ഒരു ഉമ്മ അങ്ങനെ പോയിട്ട് ഒരു കർമ്മം ചെയ്യില്ല എന്ന് തന്നെയാണ് അവരുടെ കുടുംബക്കാർ പറയുന്നത്. അത് 100% ശരിയാണ് താനും. ഒരു ഉമ്മയും മുലകുടി മാറാത്ത പതസുള്ള ഒരു ചെറുതിനെ ഒഴിവാക്കിയിട്ട് പോവുകയില്ല. 3 കുട്ടികളുടെ ഉമ്മയാണ് ഈ അഫ്സില എന്ന് പറയുന്നത്. ഒന്നാമത്തെ കുട്ടിക്ക് 8 വയസ്സാണ് പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 6 വയസ്സാണ് പ്രായം, മൂന്നാമത്തെ കുട്ടിക്ക് 11 മാസമാണ് പ്രായം. അത് നിങ്ങൾ ചിന്തിക്കണം. ഈ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിക്ക് മുമ്പാകെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്തു പോവുകയാണ് പതിവ് എന്നാണ് പറയുന്നത്. ഈ ജാബിർ എന്ന് പറയുന്ന മനുഷ്യൻ സംഭവം നടന്ന ദിവസം ക്വാർട്ടേഴ്സിലെത്തിയ സമയത്ത് ഈ അഫ്സില എന്ന് പറയുന്ന സഹോദരിയുടെ അനുജത്തിയോട് നീ പോയിട്ട് കുളിച്ചോളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം അവിടെ വാക്ക് തർക്കം ഉണ്ടാവുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ സഹോദരി കുളിച്ച് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഏട്ടത്തി ഈ ഫാനിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് എന്നാണ് സഹോദരി അടക്കം പറയുന്നത്. വളരെ വിഷമം പിടിച്ച സംഭവമാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായ സമയത്ത് തീർച്ചയായിട്ടും അതെല്ലാം ശരിയാവും പിന്നെയും ശരിയാവുമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നാണ് ഇപ്പോൾ അഫ്സിലയുടെ ആങ്ങളെ തന്നെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പുനർചിന്ത തീർച്ചയായിട്ടും നിങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം അവർക്ക് നിങ്ങൾ മഹല്ല് കമ്മിറ്റിയോ അവിടെയുള്ള കാരണവരെല്ലാം പറഞ്ഞ് തീർത്തിട്ട് ഒത്തുതീർപ്പാക്കി പോയി കഴിഞ്ഞാലും അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 പേരെയും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞു തീർത്താൽ തീരാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. അത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ബന്ധം ഒഴിഞ്ഞു പോയത് കൊണ്ട് മാത്രം ഈ ലോകം അവസാനിക്കുകയൊന്നുമില്ല. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട നിങ്ങൾ വീണ്ടും തള്ളിവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഏതായാലും സഹോദരൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ അനുജത്തി ഇത്തരത്തിൽപ്പെട്ട ഒരു കർമ്മം ചെയ്യുകയില്ല, എല്ലാ കാര്യങ്ങളും എന്നോട് വളരെ തുറന്ന് സംസാരിക്കുന്ന ആളാണ് അഫ്സില എന്നാണ് അവരുടെ സഹോദരൻ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ കുടുംബവഴക്കും അടിയും പ്രശ്നങ്ങളും ഇവളെ ഇതിനു മുമ്പും ഒരു തവണ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഞങ്ങളൊക്കെ പാതിരാത്രിക്ക് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അന്ന് തന്നെ പോലീസ് കേസും പിന്നെ DSPയും മാനന്തവാടി SP ഒക്കെ ഇടപെട്ടിട്ട് അത് ഒരു അവസാന ഘട്ടത്തിൽ കോംപ്രമൈസ് ആക്കിയിട്ട് പിന്നെ വീണ്ടും നല്ല നിലയിൽ പോകാം, വീട്ടിലെ ഉമ്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് വരെ താമസം മാറ്റുകയും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് പലപ്പോഴും ഇവനിങ്ങനെ ടോർച്ചർ ചെയ്യുക, മാനസികമായിട്ട് പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെ ഇവള് എന്നോട് പേഴ്സണലായിട്ട് പറയലുണ്ട് പലപ്പോഴും. പിന്നെ ആങ്ങളെ എന്ന നിലയിൽ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ മുമ്പിൽ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പലപ്പോഴും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു വിടലാണ്. പക്ഷെ ഇത് തുടർന്നുകൊണ്ടിരുന്ന അവസാനം ഉമ്മാൻ്റെയും കുടുംബക്കാരെ അനിയൻ്റെയും ഉപ്പാൻ്റെയും ഭർത്താവായ ജാബിറിൻ്റെ ഒക്കെ പീഡനം സഹിക്കാൻ വയ്യാതാണ്. ഓളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇത് 100% ഉറപ്പാണ്. ഇവളെ അപായപ്പെടുത്തിയതാണെന്ന് 100% ഉറപ്പാണ്. നാടകീയമായ കുറേ രംഗങ്ങൾ, അത്യാഹിത വിഭാഗത്തിൽ അഡ്മിറ്റ് ആവുകയും ഈ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള പല കാര്യങ്ങളും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും ഇത്
ജനങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ക്രൂരതകൾക്ക് ഇരയായി പോയിട്ടുണ്ട് ഈ അഫ്സല എന്ന് പറയുന്ന സഹോദരി. ചെറിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരിക്കലും ഇത്തരം കുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ ഉമ്മയും ഉപ്പയും ഒന്നും അറിയിക്കാറില്ല. കാരണം അവർ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സഹിക്കാറാണ് പതിവ്. പക്ഷേ ഈ സങ്കടം ഒരുപാട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴായിരിക്കണം ഇവരുടെ സഹോദരനോടടക്കം അവൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട്, അത്തരത്തിൽപ്പെട്ട ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന് സഹോദരനോട് സഹോദരി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തെങ്കിലും തീർച്ചയായിട്ടും അവർ നടപടിയിലേക്ക് കടക്കേണ്ടതായിരുന്നു. അത് കടന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവും പറയുന്നത് 100% ഈ 11 വയസ്സ് മുലകുടിക്കുന്ന പ്രായമാണ് 11 വയസ്സ്. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കട്ടിൽ വെച്ചിട്ടൊന്നും ഒരു ഉമ്മയും അത്തരത്തിൽപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് പോവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. അത്തരത്തിൽപ്പെട്ട ഒരു കർത്തവ്യമൊന്നും ആരങ്ങനെ ചെയ്യുകയില്ല. കാരണം ആ കുട്ടിയുടെ നിലവിളി തീർച്ചയായിട്ടും അവരുടെ വിഷമത്തിനേക്കാൾ മുകളിലാണ് എന്ന് എല്ലാ ഉമ്മമാർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെയും ഗത്യന്തരമില്ലാതെ വൃത്തികേട് കൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ സഹോദരിമാരും പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മരണം ഒന്നിനും ഒരു പോംവഴിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു നടക്കാൻ നിങ്ങൾ തയ്യാറാവണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പാതകൾ തീർച്ചയായിട്ടും ചിലപ്പോൾ കല്ലും മുള്ളുകളും നിറഞ്ഞതൊക്കെ ആണ് എങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും തീർച്ചയായിട്ടും മരണം വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖകരമായിട്ട് ഇതിലും സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും. ആ സഹോദരിയുടെ അനുജത്തി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെ കുളിക്കാൻ പറഞ്ഞു വിട്ട സമയത്ത് അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ അനുജത്തിയുടെ വാക്കുകൾ. പിന്നെ ഒരു ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നോന്ന് പറഞ്ഞിട്ടാണ് എന്നെ റൂമിലേക്ക് വിടുന്നത്. റൂമിലേക്ക് എത്തിയ സമയത്ത് ഞാൻ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. മുമ്പെല്ലാം ഒരുപാട് തവണ ചെറിയ വിഷയങ്ങളെല്ലാം ഫാമിലിയിൽ ഉണ്ടാവുകയും അത് പോയി സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. ജാബർ വിളിച്ചിട്ട് ഇവളെ ഭർത്താവ് വിളിച്ചിട്ട് ഇവളോട് പറയും, നീ ഒന്ന് മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്ന് പറയുന്നത് ഇവൾ കേട്ടു എന്ന് ഇവളിന്ന് ഞങ്ങളോട് പറഞ്ഞു. നുജത്തിയും കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുന്നേ നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ സുഖകരമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു, നീയാണ് തടസ്സം എന്ന രീതിയിലുള്ള വാക്കുകൾ വരെ ഈ അനുജത്തിയോടും ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാണ് അനുജത്തി എന്നെ പറഞ്ഞത്. കാരണം അത്തരത്തിൽപ്പെട്ട ഒരു പ്രസ്താവന ഇതിന് മുന്നേ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കരുതിക്കൂട്ടി ഈ സഹോദരി എന്തോ ചെയ്തതാണ് എന്ന് തന്നെയാണ് കുടുംബക്കാർ എപ്പോഴും തീർച്ചയായിട്ടും ഉന്നയിക്കുന്ന ആക്ഷേപം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയുടെ മരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടവക ക്വാർട്ടേഴ്സിൽ സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. കാരണം അവർ പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്ന സമയത്ത് അവരുടെ അനുജത്തിയോടൊപ്പമാണ് ആ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കയറിയത്. അനുജത്തി കുളിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് അവിടെ ജാബിറുമായിട്ട് എന്ത് പ്രശ്നമാണ് നടന്നത് എന്ന് ആ കുട്ടി നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഈ മൃതദേഹമാണ് കാണാൻ വേണ്ടി സാധിച്ചത്, മയ്യത്താണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്നാണ് സഹോദരിയുടെ അനുജത്തി തന്നെ പറയുന്നത്. വളരെ വിഷകരമായ സംഭവമാണ്. കാരണം 3 കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ഉമ്മയില്ലാതെ ആയിരിക്കുകയാണ്. ഇനി എങ്ങനെ ജീവിക്കണമെന്ന കുട്ടികൾക്ക് പോലും അറിയില്ല. കാരണം 8, 6, 11 ഈ ഒരു ഘട്ടത്തിലാണ് ആ കുട്ടികളെല്ലാം ചെറുതാണ്. ഏറ്റവും ചെറുതിന് 11 മാസവുമാണ്. ഇനി എങ്ങനെയാണ് ആ കുട്ടിയെ പോറ്റിക്കൊണ്ടുവരിക എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇവരുടെ കുടുംബം. ഇവരുടെ സങ്കടം തീർച്ചയായിട്ടും ഒരു വലിയ സങ്കടം തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നീതി വാങ്ങിത്തരണമെന്നാണ് ഈ അഫ്സലയുടെ സഹോദരൻ തന്നെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മഹല്ല് കമ്മിറ്റി ആയാലും അവിടുത്തെ ജനപ്രതിനിധികളായാലും തീർച്ചയായിട്ടും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ ജാബിർ കുറ്റക്കാരനാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു വാർത്ത മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം അവരുടെ കുടുംബക്കാരുടെ ആവശ്യം അത് തന്നെയാണ്. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഈ സഹോദരിയുടെ ഉമ്മയും ഉപ്പയും അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.